ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് കേട്ടോ. ഞാൻ ചപ്പാത്തി ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴക്കുന്നത്. നല്ല തിളപ്പിച്ച വെള്ളമല്ല, ചൂടുവെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൽ കുഴച്ചെടുക്കും കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ കുറച്ച് ഓയിലും കൂടി വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടൊന്ന് കുഴക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആവുകയെ. ലേശം ഉപ്പും വെളിച്ചെണ്ണയും അതുപോലെ ഈ ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് കുഴയ്ക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചപ്പാത്തിക്ക് കുഴക്കുന്നത്. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ ക്ലാസ് ഉള്ള ദിവസം ഉണ്ടാക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസമൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഞാൻ കുറച്ച് സമയം നേരത്തെ കുഴച്ച് വെക്കും കേട്ടോ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടേ. ഇപ്പൊ ക്ലാസ് ഇന്നിപ്പം അവന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഉരുട്ടി ബോൾ പോലെ ആക്കി. പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് കേട്ടോ ചപ്പാത്തി കുഴക്കുന്നത്, അല്ല പരത്തുന്നത്. അപ്പൊ ആദ്യം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെ അങ്ങ് പരത്തിയെടുക്കും കേട്ടോ. ചപ്പാത്തി പലക ഇവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് അതിലിട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ. അതിലിടുമ്പോൾ നമുക്കൊരു സ്പേസ് കിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്റെ ചപ്പാത്തിക്ക് അത്ര ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര വലിപ്പം കൂടുതലായിരിക്കും. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പരത്തി എടുക്കും ഞാൻ. അപ്പൊ നമ്മുടെ ചപ്പാത്തി പലകേനേക്കാളും വലുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ അതായിരിക്കും എനിക്ക് സൗകര്യം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണത്. പിന്നെ കറിയായിട്ട് ഇന്ന് കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കിഴങ്ങ് ഞാൻ ഓൾറെഡി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവോളയൊക്കെ വഴറ്റി തക്കാളിയും എല്ലാം കൂടി വഴറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പൊ ആദ്യമേ തന്നെ തക്കുടൂന് കഴിക്കാനുള്ളത് എടുത്ത് മാറ്റി, എന്നിട്ട് അതിനകത്ത് മല്ലിയില ചേർത്തത്. അവന് മല്ലിയില അത്ര താല്പര്യമില്ല, പക്ഷെ സ്കൂളിൽ കൊടുത്തു വിടുന്നതിൽ ഞാൻ ചേർത്തതിന് ശേഷം കേട്ടോ കൊടുത്തു വിടുള്ളൂ, കുറച്ച് കഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ രാവിലെ ഇവിടെ കഴിക്കാൻ കൊടുക്കുമ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ എന്തിനാ ഇട്ടേന്നൊക്കെ ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ കഴിക്കാനുള്ളത് ആദ്യമേ തന്നെ എടുത്ത് മാറ്റി, എന്നിട്ട് അതിലേക്ക് മല്ലിയില ചേർത്തു കേട്ടോ. പിന്നെ സ്കൂളിലേക്ക് ചപ്പാത്തി തന്നെയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. പിന്നെ അവന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ മാരിനേറ്റ് ചെയ്ത് തലേദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഒന്ന് ഫ്രൈ ചെയ്ത് അതും അതിന്റെ കൂടെ കൊടുത്തു വിട്ടു. പിന്നെ കുറച്ച് സാലഡ്, കുക്കുംബറും ക്യാരറ്റും കൂടി അതും ഒന്ന് കട്ട് ചെയ്ത്, ചിക്കൻ ഉള്ളത് കൊണ്ട് അതിന്റെ കൂടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പൊ രാവിലെ ഞങ്ങൾക്കും കഴിക്കാൻ എടുക്കാം, പിന്നെ അവന് സ്കൂളിലും കൊടുത്തു വിടാലോ എന്ന് കരുതി ചെയ്തതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കിഴങ്ങ് കറിയും കൂടി ഇത്രയാണ് അവന്റെ ലഞ്ച് ബോക്സിലേക്ക് അവന് ലഞ്ചിന് കൊടുത്തു വിടുന്നത്. പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് പോയിട്ടോ. അവൻ പോയി കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ആ സമയം കൊണ്ട് ഞാൻ രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി എൻ്റെ അത്യാവശ്യം ഒന്ന് ഒതുക്കൂട്ടോ അടുക്കള. അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകി ഒന്ന് ഒതുക്കുള്ളൂ, ബാക്കി ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ചപ്പാത്തിയുടെ മാവും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ആദ്യമേ തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി. ഉച്ചക്കത്തെ കറി ഉണ്ടാക്കാൻ നോക്കുന്നതിന് മുമ്പ് ഫസ്റ്റിൽ തന്നെ അതങ്ങ് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടോ, അല്ലെങ്കിൽ പിന്നെ അതവിടെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഉച്ചക്കുള്ള കറികൾ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ്. കുറച്ച് ബീൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട്. പിന്നെ തലേ ദിവസം കുറച്ച് മത്തി ഞാനിങ്ങനെ മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പൊ അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. പിന്നെ ബീൻസ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി, അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ബീൻസ് കുറച്ചുണ്ടായിരുന്നുള്ളൂ, അപ്പൊ അത് ഞാൻ മെഴുക്കുവരട്ടി പോലെ ആക്കി അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മത്തി ഞാൻ തലേദിവസം കറി വെച്ചതാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഓൾറെഡി തലേദിവസം വൈകിട്ട് കഴിച്ചു, അതിന്റെ ബാക്കി മത്തിക്കറി ഇരിക്കുന്നുണ്ടേ. അപ്പൊ അന്നേരം മസാല പറ്റി വെച്ചതാണ് വറക്കാനുള്ളത് പിറ്റേ ദിവസത്തേക്ക്. അപ്പൊ അതാണ് ഇപ്പൊ വറുത്തോണ്ടിരിക്കുന്നത്. പിന്നെ മത്തി വറുത്ത് കഴിഞ്ഞാൽ ആ ചീനച്ചട്ടിയിൽ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ആ മീനങ്ങ് എടുത്ത് മാറ്റിയിട്ട് അതിന്റെ ആ എണ്ണ ഉണ്ടല്ലോ, കുറച്ച് എണ്ണ കളയും, ഫുൾ എണ്ണ എടുക്കത്തില്ല. കുറച്ച് എണ്ണയിലേക്ക് ചോറും ഇട്ട് പിന്നെ ആ തലേദിവസം മത്തിക്കറിയും പിന്നെന്താ നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടിയും പിന്നെ വറുത്ത ഒരു മത്തിയും കൂടെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതിപ്പോ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട്, ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നു. അത് നല്ല ടേസ്റ്റ് ആണല്ലോ. പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വേണ്ട, ചീനച്ചട്ടിയിൽ ഇങ്ങനെ ചോറ് മാത്രം ഇട്ടിട്ട് കഴിച്ചാൽ മതി, വേറെ ബീൻസോ മീൻകറി ഒന്നും വേണമെന്നില്ല. മത്തി വറുത്ത ആ ചട്ടിയിൽ ചോറിനാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആ ചീനച്ചട്ടിയിൽ ഇങ്ങനെ ചോറിട്ട് കുഴച്ച് കഴിച്ചു. ഉച്ചയ്ക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ കഴിച്ചത്. ഇത് മിക്ക ദിവസം എനിക്ക് മാത്രമേ കഴിക്കാൻ പറ്റാറുള്ളൂ ഉച്ചയ്ക്കൊക്കെ വറക്കുമ്പോൾ. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ എന്നാൽ ഇവിടെ ചേട്ടായി അവനൊന്നും അങ്ങനെ കഴിക്കത്തില്ല, എനിക്ക് അതിനോടൊക്കെ താല്പര്യമുള്ളൂ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവൻ സ്കൂളിൽ നിന്ന് വന്നു. ഇപ്പൊ അവനുള്ള ചായ ഉണ്ടാക്കുകയാണ്. അവന് കുംഫുവിന് പോകണമല്ലോ, വൈകുന്നേരം അവൻ കുംഫു ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവനുള്ള ചായ വന്നപ്പോൾ തന്നെ അവനങ്ങ് ഉണ്ടാക്കി. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അവന് തന്നെ ഉണ്ടാക്കണം. അതിപ്പോ കുറച്ച് നാളുകളായിട്ട് അവന്റെ ഒരു ശീലമാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കണം. പാൽപ്പൊടിയും പിന്നെ കാപ്പിപ്പൊടി ബ്രൂവിന്റെ പാക്കറ്റ് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതും ഇട്ടിട്ട്
മിക്സ് ചെയ്ത് കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ മതിയല്ലോ. അതൊരു ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് സ്വന്തമായിട്ട് കുടിച്ചോളും. ഞങ്ങൾക്കും ഉണ്ടാക്കി തരും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ ചേട്ടായി വന്നിട്ട് കുടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ കാരണം അവന് മാത്രം അവൻ ഉണ്ടാക്കി. പിന്നെ നമുക്ക് വൈകുന്നേരം ആയി കഴിയുമ്പോൾ തുണി മടക്കി വെക്കുന്നത്, വാഷ് ചെയ്ത തുണികളൊക്കെ എടുത്ത് മടക്കി കബോർഡിലൊക്കെ വെക്കണമല്ലോ. ഞാൻ പിന്നെ അന്നന്ന് ചെയ്യുന്നതാട്ടോ എനിക്കിഷ്ടം. ഞാൻ കൂട്ടിയിടുന്ന അങ്ങനെ തുണി എല്ലാ ദിവസവും വാഷ് ചെയ്ത് രാവിലെ വാഷ് ചെയ്തിടും, വൈകുന്നേരം ആകുമ്പോഴത്തെ മടക്കി വെക്കും. ഒരു ദിവസം പോലും ഞാൻ ഇങ്ങനെ പെൻഡിങ്ങിൽ വെക്കാറില്ല. എനിക്ക് അങ്ങനെ വെക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ കൂട്ടി ഇങ്ങനെ അവിടെ എവിടെ വെക്കുന്നു എന്ന് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൈയോടെ എല്ലാ ദിവസവും, ഒരു ദിവസം പോലും എത്ര വയ്യെങ്കിലും ഞാൻ അതിങ്ങനെ വെക്കാറില്ല കേട്ടോ. അങ്ങനെ തുണിയെല്ലാം മടക്കി കബോർഡിലൊക്കെ കൊണ്ടുവച്ചു. പിന്നെ മുറ്റം അടിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ വൈകുന്നേരമാണ് കേട്ടോ മുറ്റം അടിക്കാറുള്ളൂ. രാവിലെ അവനെ സ്കൂളിൽ വിടണം, പിന്നെ ചേട്ടായി ജോലിക്ക് പോകുന്ന ആ ഒരു ടൈം വരെ എന്തായാലും സമയം കിട്ടത്തില്ല. അടുക്കളയിലെ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ടൈം കിട്ടത്തില്ല. ഒരുപാട് മുറ്റമുണ്ട്. അപ്പൊ അത് മൊത്തത്തിലൊന്നും അടിച്ചു വാരി കയറി വരാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്തേന് വെക്കും. പിന്നെ അവരൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഏകദേശം വെയിലൊക്കെ ആവും. അതുകൊണ്ട് പിന്നെ വൈകുന്നേരമാണ് ചെയ്യാറേ. പിന്നെ ഇപ്പൊ ചേട്ടായി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം ഒരു കട്ടൻ കാപ്പി മതി എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് മതി, ചെറിയ ഗ്ലാസ്സിൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ചേട്ടായിക്ക് ചെറിയ ഗ്ലാസ്സിൽ കാപ്പി വെച്ചുകൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ എനിക്കുള്ള കാപ്പിയും കൂടി ഉണ്ടാക്കി. ഞങ്ങളിങ്ങനെ പുറത്തിരുന്ന് കാപ്പി കുടിക്കുകയാണ്. അപ്പൊ ചേട്ടായി വന്നപ്പോൾ സുഖിയൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ കഴിക്കാനായിട്ട്. അപ്പൊ അതും കഴിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. തക്കുടൂനുള്ളത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവൻ ഓൾറെഡി കുംഫു ക്ലാസ്സിലേക്ക് പോയായിരുന്നു കേട്ടോ 5:30 ആയപ്പോഴേക്കും. അപ്പം ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കാപ്പിയെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.